നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്യായമായി തുറുങ്കിലടച്ച സന്യാസിനിമാരെ മോചിപ്പിക്കണമെന്നും ഭരണകൂട വർഗീയ ഭീകരത അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ ധർണയും പ്രാർത്ഥനാ യജ്ഞവും സംഘടിപ്പിച്ചു. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയപാത 85 കൊച്ചി മൂന്നാർ വികസന പദ്ധതിയിൽ ഹൈക്കോടതി വിധി മറികടക്കുന്നതിന് സംസ്ഥാന സർക്കാരിനോട് ചർച്ച നടത്തുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. കോതമംഗലത്ത് യുവാവിനെ വീട്ടിൽ വിളിച്ചു വരുത്തി പെൺസുഹൃത്ത് വിഷം നൽകി കൊലപ്പെടുത്തിയതായി സംശയം. മരണമൊഴിക്ക് പിന്നാലെ പെൺസുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ. തൊടുപുഴ നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ കവാടത്തിൽ നാളുകളായി തകർന്നു കിടന്നിരുന്ന ഇരുമ്പ് ഗ്രില്ല് നന്നാക്കിയതിനു പിന്നാലെ വീണ്ടും തകർച്ചയിൽ. വാർത്തകൾ വിശദമായി. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി റവറൻ ഡോക്ടർ ജോർജ് തകിടിയേൽ നിർവഹിച്ചു. ചടങ്ങിൽ നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും മെറിറ്റ് ഡേയുമാണ് നടത്തിയത്. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓരോ കുട്ടികൾക്കും തനത് പ്രത്യേകതകൾ ഉണ്ടെന്നും അത് അവർ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ഉന്നത വിജയം നേടാൻ സാധിക്കുമെന്നും തൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരനെ തൻ്റെ എതിരാളിയെ കാണാതെ ആ കൂട്ടുകാരനെയും കൂടി ചേർത്ത് നിർത്തി ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ വേഗത്തിൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുമെന്നും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു. Even right now, if you are actually very aware and you want to do something, you can do something near your school. If there is somewhere some waste issue is there, you can come up with solution. How do I, cater to that waste? And then if some students are weak and you think they need extra support, you can come up with innovative measures and go and tell your principal, sir, this is the idea, is a problem we can solve like this. And they will definitely be able to solve it, trust me. So that is the point that I try to make here. I think you all are very awake right now. I think if I was instead of you, I would be sitting somewhere behind and sleeping. And I would be waiting for the cultural program to start. So another thing is that, I think I cleared my school in 2012. So I think 13 years I. So I'll tell you what all things I have realized, which I did not realize in school, which will actually help you. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും NMMS പരീക്ഷയിൽ വിജയിച്ച കുട്ടികളെയും സബ് കളക്ടർ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി റവറൻ ഡോക്ടർ ജോർജ് തകിടിയേൽ നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് പുത്തൻപുര പരിപാടിയിൽ അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ, ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ്, PTA പ്രസിഡന്റ് ജോയി കാട്ടുപാലം, MBTA പ്രസിഡന്റ് ലിസമ്മ ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അന്യായമായി തുറങ്കലിലടച്ച സന്യാസിനിമാരെ മോചിപ്പിക്കണമെന്നും ഭരണകൂട വർഗീയ ഭീകരത അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ ധർണയും പ്രാർത്ഥനാ യജ്ഞവും സംഘടിപ്പിച്ചു. ഗാന്ധി സ്ക്വയറിൽ നിന്നും തൊടുപുഴ ടൗൺ പള്ളിയിലേക്ക് ജപമാല റാലി നടത്തി. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സിസ്റ്റർ ജോസിയ, ഫാദർ റോയി കണ്ണംചിറ തുടങ്ങിയവർ വിഷയാവതരണം നിർവഹിച്ചു. വൈദികരും സന്യാസിനികളും അൽമായരും ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു.
ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ശബ്ദമുയർത്തി ഭാരതത്തിൻ അക്ഷരദീപം സർവസ്നേഹങ്ങളുടെ പിതാവേ, സുഖമാനം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നീതിയുടെ ഒടുങ്ങാത്തതാകവൻ സ്നേഹത്തിന്റെ അത്യുജ്വലതാവുമായത് നീതി നിഷേധിക്കപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണാധികാരികളുടെ നിലപാടുകൾക്കെതിരെ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റുയർത്തിക്കൊണ്ട് പ്രാർത്ഥനായജ്ഞവുമായി രൂപതയിലെ നൂറുകണക്കിന് വൈദികരും സന്യസ്തരും വിശ്വാസികളുമെല്ലാം അടങ്ങുന്ന ആയിരങ്ങൾ അണിനിരക്കുന്ന പ്രതിഷേധ റാലി കടന്നു വരികയാണ്. ക്രിസ്തീയ വംശഹത്യയും സന്യസ്തർക്കെതിരെയുള്ള ക്രൂരമായ അതിക്രമങ്ങളും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുമ്പോൾ അപകടകരമായ നിശബ്ദത തുടരുന്ന ഭരണകൂട നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കടന്നു വരികയാണ്. മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് ജയിലിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകളുടെ സഭാവിഭാഗത്തിൽപ്പെട്ട സന്യസ്തർ പ്രതിഷേധ റാലികളുടെ മുൻനിരയിൽ അണിനിരക്കുകയാണ്. ഇവിടെ നീതി നടപ്പാക്കണം. ഈ രാജ്യത്ത് മതേതരത്വം നിലകൊള്ളണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നാം ആരും അക്രമം നടത്താൻ വേണ്ടി വന്നിരിക്കുന്നവരല്ല, ആരെയും ദ്രോഹിക്കാൻ വന്നിരിക്കുന്നവരല്ല. നമ്മുടെ ആയുധങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ സുവിശേഷമുണ്ട്. സുവിശേഷം പ്രഘോഷിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മളത് ചെയ്യും, എവിടെയായിരുന്നാലും ചെയ്യും. കാരണം ഭരണഘടന നമുക്കതിനുള്ള അവകാശം തന്നിട്ടുണ്ട്. നമ്മുടെ ദൗത്യമാണ് ക്രൈസ്തവരെന്ന നിലയിൽ നമുക്ക് ലഭിച്ച ആ സുവിശേഷ സന്ദേശം ലോകമെങ്ങും പ്രഘോഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് പുരോഹിതരാണെങ്കിലും സമർപ്പിതരാണെങ്കിലും അൽമായ സഹോദരങ്ങളാണെങ്കിലും ആ ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ വന്നിരിക്കുന്നവരാരും വേറെ ജോലിയില്ല വന്നിരിക്കുന്നവരല്ല. എല്ലാവർക്കും ജോലിയുണ്ട്, എല്ലാവർക്കും ഒത്തിരിയേറെ ഉത്തരവാദിത്വമുള്ളവരാണ്. പക്ഷേ ദൈവം നൽകുന്ന ഉത്തരവാദിത്വം നിറവേറ്റുന്ന അത് താല്പര്യത്തോടെ വന്നിരിക്കുന്നവരാണ്. നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുവാൻ നാം തയ്യാറാണ്. ജയിലിൽ പോകണമെങ്കിൽ ജയിലിൽ പോകാൻ കുഴപ്പമില്ല. കാരണം നമ്മുടെ വിശ്വാസം എന്നുള്ളത് വലിയ അമൂല്യമായ സമ്പത്താണ്. നമുക്ക് ആയുധങ്ങളൊന്നുമില്ല, ആത്മീയ ആയുധങ്ങളെ നമുക്കുള്ളൂ. സുവിശേഷം നമ്മുടെ ആത്മീയ ആയുധമാണ്. നമ്മുടെ ജപമാല നമ്മുടെ ആത്മീയ ആയുധമാണത്. ദേശീയപാത 85 കൊച്ചി മൂന്നാർ വികസന പദ്ധതിയിൽ ഹൈക്കോടതി വിധി മറികടക്കുന്നതിന് സംസ്ഥാന സർക്കാരിനോട് ചർച്ച നടത്തുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ഡീൻ കുര്യാക്കോസ് എം പി മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നിർമ്മാണ നിരോധനത്തിനെതിരെ NHAIയും റിവ്യൂ പെറ്റീഷൻ നൽകിയിട്ടുണ്ട്. വിഷയം ചൂണ്ടിക്കാണിച്ച് പാർലമെന്റിലും ഡീൻ കുര്യാക്കോസ് എം പി സംസാരിച്ചിരുന്നു. കോതമംഗലത്ത് യുവാവിനെ വീട്ടിൽ വിളിച്ചു വരുത്തി പെൺസുഹൃത്ത് വിഷം നൽകി കൊലപ്പെടുത്തിയതായി സംശയം. മരണമൊഴിക്ക് പിന്നാലെ പെൺസുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ. മാതിരപ്പള്ളി മേലേത്തുമാലിൽ അൻസലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കോതമംഗലം മാലിപ്പാറയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെൺസുഹൃത്തിന്റെ വീടിന് സമീപം വ്യാഴാഴ്ച പുലർച്ചെയാണ് അൻസലിനെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. മരിക്കുന്നതിന് മുമ്പ് യുവാവ് കാമുകി ചതിച്ചുവെന്ന് തന്നോട് പറഞ്ഞിരുന്നു എന്ന ബന്ധുവിന്റെ വാക്കുകൾ വിശ്വസിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കോതമംഗലം പോലീസ് പെൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തത്. മാതിരപ്പള്ളി മേലത്തമാലിൽ അൻസലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കോതമംഗലം മാലിപ്പാറയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെൺസുഹൃത്തിന്റെ വീടിന് സമീപം വ്യാഴാഴ്ച പുലർച്ചെയാണ് അൻസലിനെ വിഷമുള്ളിൽ ചെന്ന നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. സംഭവത്തിൽ യുവാവിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയെന്ന് സംശയിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി വരവെയാണ് പെൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തത്.
മാതിരപ്പള്ളി സ്വദേശിയായ അൻസൽ വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ്. യുവതിയുമായി വർഷങ്ങളായി പരിചയമുണ്ടെന്ന് പറയുന്നു. അടുത്തിടെ ഇരുവരുടെയും ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതായും സംസാരമുണ്ട്. യുവതിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് അൻസൽ സംശയിച്ചതാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ വീഴുവാൻ കാരണമായതെന്ന് പറയുന്നു. 29-ന് യുവതിയുടെ വീട്ടിലെത്തി അൻസൽ ബഹളമുണ്ടാക്കിയതായി സമീപവാസികൾ പറയുന്നുണ്ട്. 30-ന് പുലർച്ചെയാണ് തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്ന് അൻസൽ അടുത്ത ബന്ധുവിനെ വിളിച്ചു പറഞ്ഞത്. ആശുപത്രിയിലേക്ക് പോകുന്ന വഴി യുവതി ചതിച്ചെന്ന് അൻസൽ വെളിപ്പെടുത്തിയിരുന്നു. ഗുരുതരാവസ്ഥയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും വ്യാഴാഴ്ച മരണം സംഭവിച്ചു. അൻസലിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പെൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത കോതമംഗലം പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഡീൻ കുര്യാക്കോസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പന്നൂർ അമ്പലപ്പടിയിലും പന്നൂർ കവലയിലും അനുവദിച്ച 2 ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടത്തി. വാർഡ് മെമ്പർ AN ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഡീൻ കുര്യാക്കോസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പന്നൂർ അമ്പലപ്പടിയിലും പന്നൂർ കവലയിലും അനുവദിച്ച 2 ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ AN ദിലീപ് കുമാർ നിർവഹിച്ചു. ബഹുമാനായ MP നമ്മുടെ വാർഡിലേക്ക് 2 ലൈറ്റുകൾ അനുവദിക്കുകയുണ്ടായി. ഒന്ന് പന്നൂർ കവലയിലും ഒന്ന് പന്നൂർ അമ്പലപ്പടിയിലുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതി ഇവർ തന്നതിന് ബഹുമാനായ MPയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. 2 വാർഡിലേക്ക് 2 ലൈറ്റുകൾ വരികയും അത് നല്ല 2 പ്രദേശങ്ങളിൽ പന്നൂർ അമ്പലപ്പടിയിലും പന്നൂർ കവലയിലും സ്ഥാപിക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷവും MPയോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. യോഗത്തിൽ കരിമണ്ണൂർ പഞ്ചായത്ത് അംഗം ബിബിൻ അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് G പ്രേംനാഥ്, PS സെബാസ്റ്റ്യൻ, PK ശിവൻകുട്ടി, ബാബു, ജയരാജ് K, ജോർജ് ലോനപ്പൻ പറയുന്നിടം, കുരിശിത്താനം രാമചന്ദ്രൻ മാരാർ, മായ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച നമ്മുടെ വാർഡ് മെമ്പർ ദിലീപ് കുമാറിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ പ്രയോജനമാകട്ടെ നമ്മുടെ ഈ സ്ഥാപനം. മുരളീധരൻ നായർ, AP വേണുഗോപാൽ, സണ്ണി പഴയിടം, സണ്ണി ലൂക്കോസ്, ജോസ് കുരിശുമുട്ടിൽ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, NSS UP സ്കൂൾ അധ്യാപകർ, അംഗൻവാടി അധ്യാപകർ, വ്യാപാരി സുഹൃത്തുക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. തൊടുപുഴ നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ കവാടത്തിൽ നാളുകളായി തകർന്നു കിടന്നിരുന്ന ഇരുമ്പ് ഗ്രില്ല് നന്നാക്കിയതിനു പിന്നാലെ വീണ്ടും തകർച്ചയിൽ. നന്നാക്കിയ ഇരുമ്പ് ഗ്രില്ലിന്റെ ഭാഗത്തുകൂടെ ഒറ്റ ദിവസം ബസ്സുകൾ ഓടിയതോടെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. ഇതേ തുടർന്ന് അപകട സൂചന നൽകുന്നതിന് വേണ്ടി വീപ്പയും ബോർഡും വെച്ചിരിക്കുകയാണ്. നഗരസഭയുടെ സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ കവാടത്തിലെ ഇരുമ്പ് ഗ്രില്ല് തകർന്നിട്ട് നാളേറെയായി. യാത്രക്കാർ ഭീതിയോടെയാണ് ഇതുവഴി സഞ്ചരിച്ചിരുന്നത്. കണ്ണൊന്ന് തെറ്റിയാൽ ഇരുമ്പ് ഗ്രില്ലിന്റെ ഇടയിൽ കാൽ കുടുങ്ങുമായിരുന്നു. BBC ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ അപകട കെണിയൊരുക്കുന്ന ഗ്രില്ലിനെ കുറിച്ച് വാർത്ത നൽകിയിരുന്നു. ഇതോടെ അധികൃതർ എത്തി തകർന്നു കിടക്കുന്ന ഗ്രില്ല് നന്നാക്കുവാൻ നടപടി സ്വീകരിച്ചു. ചൊവ്വാഴ്ച ഗ്രില്ല് നന്നാക്കി. ബുധനാഴ്ച വാഹനങ്ങൾ ഇതുവഴി സഞ്ചരിച്ചു. കെണിയൊരുക്കിയിരുന്ന ഇരുമ്പ് ഗ്രില്ല് നന്നാക്കിയല്ലോ എന്നോർത്ത് യാത്രക്കാരും സന്തോഷിച്ചു. നന്നാക്കിയ ഇരുമ്പ് ഗ്രില്ലിന്റെ ഭാഗത്തിലൂടെ ഒരൊറ്റ ദിവസം ബസ്സുകൾ ഓടിയതോടെ നന്നാക്കിയ ഗ്രില്ലുകൾ എല്ലാം വീണ്ടും തകർന്നു. പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശകലോടെ പൊക്കിയിട്ടേ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇവിടുന്ന് വന്ന വണ്ടി ചവിട്ടില്ല. ഇത് വന്ന വണ്ടി ഇവിടുന്ന് ചവിട്ടുമ്പോൾ അത് പൊട്ടി പോവാം. അപ്പോൾ ഇത് ശകലോടെ പൊക്കി കൊടുത്തുകൊണ്ട് മുകളിൽ നിന്ന് ശകലോടെ നിരപ്പാക്കി വന്നു കഴിഞ്ഞാൽ ആ പൊട്ടൽ ഇത്ര പൊളിക്കും. ഇരുമ്പ് ഗ്രില്ലിന്റെ മുകളിലൂടെ ബസ്സുകൾ കയറാതിരിക്കാൻ വീപ്പയും ബോർഡും വെച്ചിരിക്കുകയാണ്. നിരവധി പരാതികൾ ഉയർന്നതോടെ നന്നാക്കിയ ബസ് സ്റ്റാൻഡ് കവാടത്തിലെ ഇരുമ്പ് ഗ്രില്ലിന് ഒരു ദിവസത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് ഇരുമ്പ് ഗ്രില്ലുള്ളത്. ഇതിന്റെ ഒരു ഭാഗമാണ് തകർന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയിൽ ഇനി ഫർണിച്ചർ മഹോത്സവം. 10% മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവുമായി വെറൈറ്റി ഫർണിച്ചർ മാർട്ടിന്റെ ഫർണിച്ചർ മഹോത്സവം തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. തൊടുപുഴയിൽ ഇനി ഫർണിച്ചർ മഹോത്സവം. 10% മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവുമായി വെറൈറ്റി ഫർണിച്ചർ മാർട്ടിന്റെ ഫർണിച്ചർ മഹോത്സവം തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു.
വളരെ കാലത്തെ ഈ രംഗത്ത് പരിചയ സമ്പന്നതയും അതുപോലെ വിശ്വാസ്യതയും ഒക്കെയാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനു മുമ്പ് തൊടുപുഴയിൽ സ്ഥാപനം നടത്തി വളരെ നല്ല രീതിയിൽ നല്ല അഭിപ്രായവും അതുപോലെ നല്ല രീതിയിലുള്ള ഒരു വിജയവും കൈവരിച്ച് അവർക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ഓണ കാലഘട്ടത്തിലും തൊടുപുഴയിൽ വളരെ നല്ല രീതിയിൽ ഒരു വിൽപ്പന നടത്തുന്നതിനും അതുപോലെ ആളുകൾക്ക് കൂടുതൽ സെലക്ഷൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം നൂതനമായ രീതിയിലുള്ള ഫർണിച്ചർ രംഗത്തെ സെലക്ഷനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അത് ആളുകൾക്ക് ഏറെ പ്രയോജനം ചെയ്യും എന്ന് യാതൊരു സംശയവുമില്ല. ഈ സ്ഥാപനം സന്ദർശിക്കാൻ എല്ലാവർക്കും ഒരു അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് ഈ അവസരത്തിൽ എല്ലാവരും പറയാനുള്ളത്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സെക്രട്ടറി TK നവാസ്, ഷഹീർ മൗലവി തക്വ മസ്ജിദ് കുമ്മങ്കല്ല്, ഈരാറ്റുപേട്ട ഇമാം അബാബിൽ മൗലവി അൽക്കൗസരി എന്നിവർ ആശംസകൾ നേർന്നു. ഇവിടെ 50% വരെ വില കുറയ്ക്ക് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഫർണിച്ചറുകൾ നമുക്ക് കണ്ടുവാങ്ങാം എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. തൊടുപുഴക്കാർക്ക് ഇത് പ്രയോജനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നു. ഇതിന്റെ നേതൃത്വത്തിൽ കൂട്ടായ്മയോടുകൂടി സ്ഥാപിച്ച ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയങ്ങളും നന്മകളും ആശംസിക്കുന്നു. ഏത് തരത്തിലുള്ള ആളുകൾക്കും വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായ വിശാലമായ സ്ക്വയർ ഫീറ്റോടുകൂടി ഇവിടെ സംവിധാനം ചെയ്തിരിക്കുകയാണ്. ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്ന ഈ മഹാമേളയിൽ എല്ലാവിധ ഐശ്വര്യവും സിട്ടാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്ന് കൃത്യമായ ഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകളെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഏറെ വിലക്കുറവിൽ ഇങ്ങനെ ഒരു സംരംഭം തുടക്കം കുറിക്കുമ്പോൾ അത് നാട്ടുകാർക്കും ഇത് മേടിക്കാൻ വരുന്ന ആളുകൾക്കെല്ലാം ഏറെ ആകർഷണീയമാണ്. അത് ഈ സുദിനത്തിലുള്ള ഒരു സന്തോഷം പോലെ തന്നെ ഇത് അവസാനിക്കുന്ന ഘട്ടം വരെ നിലനിർത്തട്ടെ എന്ന് പടച്ച റബ്ബിനോട് തേടുകയും അതിനോടൊപ്പം ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. ഫർണിച്ചർ മഹോത്സവത്തിന്റെ ഭാഗമായി 6-5 തടിക്കട്ടിൽ 6,900 രൂപ മുതലും, ദിവാൻ കോട്ട് 4,900 രൂപ മുതലും, 6-4 കട്ടിൽ, ബെഡ്, പില്ലോ ഉൾപ്പെടെ 7,900 രൂപ മുതലും, കോർണർ സെറ്റി 13,900, ഡബിൾ ഡോർ കബോർഡ് 5,900, തേക്കിന്റെ ടീപ്പോയ് 2,300, ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ 19,999, 6-5 സ്പ്രിംഗ് ബെഡ് 7,900 രൂപ മുതൽ, 6-4 ബെഡ് 2,900, തടി സെറ്റി 14,900 രൂപ മുതലുമുള്ള നിരവധി ഓഫറുകളാണ് വെറൈറ്റി ഫർണിച്ചർ മാർട്ട് തൊടുപുഴയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. പലിശരഹിത ബജാജ് ഫിൻസെർ EMI സൗകര്യവും ലഭ്യമാണ്. കൂടാതെ ഓണത്തോടനുബന്ധിച്ച മെഗാ ഓഫറും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ഓണക്കാലം സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ആകുവാൻ ഏവരെയും തൊടുപുഴയിലെ ഫർണിച്ചർ മഹോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. യുവതിയുടെ കൊലുസ് മോഷ്ടിച്ചു. ഇന്ന് പുലർച്ചെ 2:30 തൊമ്മൻകുത്ത് ചീരപ്പറമ്പിൽ ഷാമോന്റെ മകൾ അനിതയുടെ കാലിൽ കിടന്ന 2 പവൻ തൂക്കം വരുന്ന കൊലുസാണ് മോഷണം പോയത്. കിടപ്പുമുറിയിലെ ജനലഴികളുടെ ഇടയിലൂടെയാണ് മോഷണം നടത്തിയത്. സംഭവത്തിൽ കരിമണ്ണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. യുവതിയുടെ കൊലുസ് മോഷ്ടിച്ചു. ഇന്ന് പുലർച്ചെ 2:30 മോഷണം നടന്നത്.
തൊമ്മൻകുത്ത് ചിരപ്പറമ്പിൽ ഷാമോന്റെ മകൾ അനിതയുടെ കാലിൽ കിടന്ന 2 പവൻ തൂക്കം വരുന്ന കുലുസാണ് മോഷണം പോയത്. മോഷണം നടന്ന വെള്ളിയാഴ്ച പുലർച്ചെ 2:30 വീടിന്റെ ജനലിന് സമീപം വെച്ചിരുന്ന ടൈൽ കഷ്ണങ്ങൾ അനങ്ങുന്ന ശബ്ദം കേട്ടതായി സഹോദരൻ അജേഷ് പറഞ്ഞു. 2:30 ടൈല് അനങ്ങുന്ന സൗണ്ട് കേട്ടുകൊണ്ട് ഞാൻ ഹാളിൽ നടന്നു. അപ്പോൾ എണീറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുറത്തൊന്നും കണ്ടില്ല. അപ്പം നമ്മളത് ശ്രദ്ധിച്ചുമില്ല. സാധാരണ പുറത്തിറങ്ങി നോക്കണമായിരുന്നു, പക്ഷേ ഇറങ്ങാൻ പറ്റിയില്ല, ഇറങ്ങാൻ തോന്നിയില്ല. എന്നാലും രാവിലെ 5:30 ആയപ്പോൾ അളിയൻ വന്ന് വിളിച്ച് അമ്മയമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിളിച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് സംഭവം അറിയണം. നേരത്തേക്കും ഇങ്ങനെ കാലയിൽ കൊലുസില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഈ കട്ടണെല്ലാം മാറി കിടക്കുന്നുണ്ട്. ഇറങ്ങി വന്നപ്പോൾ ഈ ടൈല് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറ സൈഡിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ നെറ്റ് വലിച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ ആയപ്പോൾ താഴത്തെ വീട്ടിലെ ചേട്ടൻ്റെ അടുത്തുനിന്ന് ഒരു മുണ്ടും തോർത്തും പോയിട്ടുണ്ടായിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ അത് തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്ന് കിട്ടി. പിന്നീട് പുലർച്ചെ 5:30 മോഷണ വിവരം അറിഞ്ഞത്. വ്യാഴാഴ്ച രാത്രി 9:30 ഇവരുടെ വീടിനടുത്തുള്ള താന്നിക്കൽ രവിയുടെ വീട്ടിലെ ജനലിന്റെ കൊളുത്തിളക്കി മോഷണ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ആ ശ്രമം വിജയിച്ചില്ല. ഇവരുടെ അഴയിൽ കിടന്ന തുണികൾ എടുത്തുകൊണ്ടുപോയി. ഇത് റോഡിന് സമീപം ഉപേക്ഷിച്ചു. സംഭവത്തിൽ കരിമണ്ണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വേട്ടാമ്പാറ പബ്ലിക് ലൈബ്രറിയുടെയും പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തി. വാർഡ് മെമ്പർ സിബി എൽദോസ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിണ്ടിമന പഞ്ചായത്ത് ലൈബ്രറി നേതൃസമിതി കൺവീനർ PM മുഹമ്മദ് അലി മുഖ്യ പ്രഭാഷണം നടത്തി. പേട്ടാമ്പാറ പബ്ലിക് ലൈബ്രറിയുടെയും പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തി. ലൈബ്രറി പ്രസിഡന്റ് MB എസ്തപ്പാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് വാർഡ് മെമ്പർ സിബി എൽദോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ലൈബ്രറിയിലെ അത് ലോകത്തിന്റെ അതിനായി ഉപയോഗപ്പെടുത്തുന്നു. നമുക്ക് ജീവിതത്തിൽ ലോകത്തിലെയും ക്ഷയരോഗ ക്ലാസ്സിന്റെ ജനറൽ സാറിന് അവിടെ നിന്നിരുന്ന എക്സസൈസും കാര്യങ്ങളും എളുപ്പമായി പറ്റുന്ന ഗവൺമെന്റ് സാറിന് ഇത് നമ്മൾ ഏർപ്പെടുത്തുന്നു. നമ്മുടെ കല്ലിന്റെ കാര്യമായി സഹായിക്കുന്നതിനുള്ള മണക്കും നമ്മൾ ഏർപ്പെടുത്തുന്നു. പിന്നെ വീടുകളെ ബേസിൽ നിൽക്കുന്ന എല്ലാ ഹെൽത്ത് ജോലിക്കാർക്കും വിധേയമായ പണി ലഭിക്കുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നാട്ടുകാർക്കും എല്ലാ കമ്മിറ്റികളിലും എല്ലാവർക്കും പിണ്ടിമന പഞ്ചായത്ത് ലൈബ്രറി നേതൃസമിതി കൺവീനർ PM മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി. ജോസഫൈൻ LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് റീന ജോർജ്, ലൈബ്രറി ഭാരവാഹികളായ KU ജോസ്, മൈക്കിൾ KK, സിസിലി PJ, TT കുര്യാക്കോസ്, ജിജു വർഗീസ്, മോളി ജോസ്, ജോർജ് EJ എന്നിവർ പ്രസംഗിച്ചു. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ ജോമോൻ ജേക്കബ്, ക്ഷയരോഗ സാധ്യത എന്ന വിഷയത്തിൽ ക്ലാസും പരിശോധനയും ഡോക്ടർ ജെറാൾഡ്, നേത്രപരിശോധന ഷീന പോൾ എന്നിവർ നേതൃത്വം നൽകി. പ്രദേശവാസികളായ ധാരാളം പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ ലാസ്റ്റ് ഇയർ 2K25 എന്ന പേരിൽ ആർട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അഭിനേതാവും സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്ററുമായ S സൂര്യലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ക്ലെമന്റ് കൊടകലിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 28 വർഷമായി തൊടുപുഴയുടെ അഭിമാനമായി മാറിയ ഡീപോൾ പബ്ലിക് സ്കൂൾ പഠന പാഠ്യേതര രംഗങ്ങളിൽ മികവാർന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഡീപോൾ സ്കൂളിലെ ആർട്സ് ഫെസ്റ്റ് ലാസ്റ്റ് ഇയർ 2K25 എന്ന പേരിലാണ് സംഘടിപ്പിച്ചത്. അഭിനേതാവും സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്ററുമായ S സൂര്യലാൽ ആർട്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കലയില്ലാത്തടത്ത് കലഹമുണ്ടാവും, കലാപമുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒക്കെ ഒരു കല അഭ്യസിച്ച് വേണം മുമ്പോട്ട് പോകുവാൻ. പലപ്പോഴും നമ്മളെ അടയാളപ്പെടുത്തുക. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുമ്പോൾ എന്നെ ബിന്ദു പത്മകുമാർ എന്നയാളാണ് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം വിളിക്കുക. അപ്പോൾ എനിക്ക് ബിന്ദു ടീച്ചറിനെ, ടീച്ചർ എന്നതിൽ ഉപരിയായി ടീച്ചറിനെ എനിക്കറിയാവുന്നത് കവിയത്രി എന്ന നിലയിലാണ്. ടീച്ചർ അങ്ങനെയാണ് അടയാളപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നിങ്ങളോടൊപ്പം, നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു കല നമ്മളിവിടെ അത് അഭ്യസിക്കണം. നമുക്ക് ഈ കാലഘട്ടത്തിൽ നിന്നും ഇവിടെ നിന്നും കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു റൈഫയും ഇവിടെ ഒരു സുനിലും ഒരു റോണിയും ഒക്കെ ജീവിച്ചിരുന്നുവെന്ന് അടയാളപ്പെടുത്തിയിട്ട് വേണം നമുക്ക് കടന്നു പോകാൻ. അത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു കല നിങ്ങളെ അഭ്യസിച്ച് മുമ്പോട്ട് പോകണം. പഠനത്തിനൊപ്പം കല അഭ്യസിക്കണമെന്നും കലയില്ലാത്തിടത്ത് കലാപമുണ്ടാകുമെന്നും S സൂര്യലാൽ പറഞ്ഞു. പഠനത്തോടൊപ്പം കലാകായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ഫാദർ CB K ജോൺ പറഞ്ഞു. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂള്
സ്ഥാപിതമായിട്ട് 27 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. കലാകായിക രംഗങ്ങളിൽ പഠനത്തോടൊപ്പം തന്നെ പ്രാധാന്യം നൽകിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഡീപ്പർ ബോഡി സ്കൂൾ ഇതിനോടകം വളർന്നു കഴിഞ്ഞു. ഈ 2 ദിവസങ്ങൾ കുട്ടികൾ തങ്ങളുടെ വിവിധങ്ങളായ കലാരൂപങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. ഡീപ്പോൾ പബ്ലിക് സ്കൂള് കലാകായിക രംഗങ്ങളിലും അതുപോലെ പഠനത്തിലുമെല്ലാം മികച്ച സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ മാനേജർ ഫാദർ ക്ലെമന്റ് കൊടകലിൽ അധ്യക്ഷത വഹിച്ചു. ബർസാർ ഫാദർ ജോസഫ് പറക്കുന്നേൽ, ആർട്സ് ക്ലബ് സെക്രട്ടറി റൈഫ നിസാർ, നിരഞ്ജന ഡി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ നിവാസികൾക്ക് എളുപ്പമാർഗം ഏലപ്പാറയിലെത്തുന്നതിന് യാത്രാ സൗകര്യമൊരുക്കി KSRTC കുമളി ഡിപ്പോയിൽ നിന്നും വണ്ടിപ്പെരിയാർ മ്ലാമല ഹെലിബറിയ വഴി ഏലപ്പാറയ്ക്ക് 2 സർവീസുകളാണ് ഒരുക്കിയിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ നിവാസികൾക്ക് എളുപ്പമാർഗം ഏലപ്പാറയിൽ എത്തുന്നതിന് യാത്രാ സൗകര്യമൊരുക്കി KSRTC. തോട്ടം കാർഷിക മേഖലയായ വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ പ്രദേശങ്ങളിലെ യാത്രാമാർഗങ്ങൾ കൂടുതൽ ലഘൂകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനനുപാതമായി പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു മ്ലാമല വഴി ഏലപ്പാറയ്ക്ക് ഒരു ബസ് സർവീസ് എന്നത്. ശാന്തിപ്പാലം ആധുനിക രീതിയിൽ പുനർനിർമ്മിച്ചതോടെയും നിത്യോപയോഗ സാധനങ്ങൾക്ക് ഏലപ്പാറയിൽ പൊതുവെ വിലക്കുറവാണെന്ന തിരിച്ചറിവിലും പ്രദേശത്തെ ജനങ്ങൾ ഏലപ്പാറയിലേക്ക് പോകുന്നതും കണക്കിലെടുത്താണ് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമടങ്ങുന്ന ജനകീയ സമിതി ഈ ആവശ്യമായി കുമളി KSRTC അധികൃതരെ സമീപിച്ചത്. ഇതോടെ കുമളി പെരിയാർ മ്ലാമല ഹെലിബറിയ വഴി ഏലപ്പാറയ്ക്ക് സർവീസ് ആരംഭിക്കുകയായിരുന്നു. പുതിയ KSRTC സർവീസിനാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മ്ലാമല നാലുകണ്ടത്ത് സ്വീകരണമൊരുക്കിയത്. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കബീർ താന്നിമൂട്ടിൽ സ്വീകരണ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. CPIM മ്ലാമല ലോക്കൽ സെക്രട്ടറി MT ലിസി സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വണ്ടി വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ അനുവാദങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്, റൂട്ടായിട്ടുണ്ട്. ആദ്യം നേരത്തെ ഇപ്പം കോഴിക്കാനം വരെ വരുന്ന ഹെലിബറിയ വരെ വരുന്ന ഒരു KSRTC ബസ്സുണ്ട്. അതിൽ കണക്ഷൻ കൊടുത്തുകൊണ്ട് നമ്മുടെ ഇപ്പം ഏലപ്പാറ, കുമളി, വണ്ടിപ്പെരിയാർ അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാൻ സൗകര്യപ്രദമായിട്ട് വണ്ടി ഇപ്പോൾ അനുവദിച്ച് നമുക്ക് ഇന്നിപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ തേങ്ങാക്കൽ വണ്ടിപ്പെരിയാർ ബസ്സും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യപ്പെട്ടിരുന്ന അനുസരിച്ച് അതിന് റൂട്ടായിട്ടുണ്ട്. അതും ട്രിപ്പ് കൊടുക്കുന്നതിന് വേണ്ടി ഇപ്പം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. സാറ് പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും പനിയും അതുപോലെ ഉള്ള രോഗങ്ങളായിട്ട് ഇപ്പോൾ കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥന്മാരില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അത് ഇന്ന് ഇതിൻ്റെ കൂടെ വരാതിരുന്നത്. അടുത്ത ആഴ്ച തന്നെ
തേങ്ങാക്കൽ പെരിയാർ റോഡ്, തേങ്ങാക്കൽ പെരിയാർ KSRTC ഈ റൂട്ടിൽ കൂടെ ഓടും എന്ന് തന്നെ അറിയിക്കുകയാണ്. ഏതായാലും എല്ലാം നമ്മുടെ ആവശ്യമാണ്. ജനങ്ങളെല്ലാവരും KSRTCയിലും മറ്റ് ബസ്സുകൾ ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് പറയാൻ പറ്റിയല്ല. പക്ഷേ അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ, ഡിപ്പോയിൽ ചെന്നപ്പോൾ തന്നെ JTO ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സാറും ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. 15 ദിവസം ഞങ്ങളൊന്ന് ഓടി നോക്കും. 15 ദിവസം ഓടി നോക്കിക്കഴിഞ്ഞിട്ട് കളക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ തുടർന്ന് വണ്ടി വിടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല സഹകരണം ഉണ്ടാകണം. എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയാണ് വണ്ടികൾ ഓടിക്കുന്നത്. അതൊന്നും വേണ്ട എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ബസ് റൂട്ടിൻ്റെ സമയത്ത് കയറി മറ്റു വണ്ടികൾ ഓടി നമ്മുടെ ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവണത മാത്രം ഒന്ന് ഒഴിവാക്കിയാൽ എല്ലാവർക്കും ഓടാം. KSRTC കുമളി ഡിപ്പോ ഇൻസ്പെക്ടർ രഘുനാഥ്, മ്ലാമല മുഹീദ്ദീൻ ജമാ മസ്ജിദ് ചീഫ് ഇമാം ഹുസൈൻ മൗലവി ഫലാദി, കേരള കോൺഗ്രസ് എം ഭാരവാഹി സെബാസ്റ്റ്യൻ പൂണ്ടിക്കുളം, VJ ജെസി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കുമളിയിൽ നിന്നും 3:15 പുറപ്പെട്ട് 5 മണിക്ക് ഏലപ്പാറയിൽ എത്തുന്നതും തിരികെ 7 മണിക്ക് കുമളിയിൽ എത്തിച്ചേരുന്നതും 4:30 കുമളിയിൽ നിന്നും പുറപ്പെട്ട് 6:10 ഏലപ്പാറയിൽ എത്തി തിരികെ 8:10 കുമളിയിൽ എത്തുന്നതുമായ 2 സർവീസുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം മുടങ്ങിക്കിടക്കുന്ന തേങ്ങാക്കൽ സർവീസ് ആരംഭിക്കുമെന്നും ജനങ്ങളുടെ സൗകര്യാർത്ഥം രാവിലെയും ഉച്ചയ്ക്കും കൂടി ഏലപ്പാറ സർവീസ് ആരംഭിക്കുമെന്നും ഡിപ്പോ അധികൃതർ അറിയിച്ചിട്ടുമുണ്ട്. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്യായമായി തുറുങ്കിലടച്ച സന്യാസിനിമാരെ മോചിപ്പിക്കണമെന്നും ഭരണകൂട വർഗീയ ഭീകരത അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ ധർണയും പ്രാർത്ഥനാ യജ്ഞവും സംഘടിപ്പിച്ചു. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയപാത 85 കൊച്ചി മൂന്നാർ വികസന പദ്ധതിയിൽ ഹൈക്കോടതി വിധി മറികടക്കുന്നതിന് സംസ്ഥാന സർക്കാരിനോട് ചർച്ച നടത്തുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. കോതമംഗലത്ത് യുവാവിനെ വീട്ടിൽ വിളിച്ചു വരുത്തി പെൺസുഹൃത്ത് വിഷം നൽകി കൊലപ്പെടുത്തിയതായി സംശയം. മരണമൊഴിക്ക് പിന്നാലെ പെൺസുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ. തൊടുപുഴ നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ കവാടത്തിൽ നാളുകളായി തകർന്നു കിടന്നിരുന്ന ഇരുമ്പ് ഗ്രില്ല് നന്നാക്കിയതിനു പിന്നാലെ വീണ്ടും തകർച്ചയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.